മൂവി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമ്മൾ 2023 ഡിസംബർ 27-ാം തീയതി ആണ് നമ്മുടെ സംഘടന രൂപീകൃതമായത്. അതിനുശേഷം നമ്മുടെ പ്രവർത്തനം വളരെ ദുരിതഗതിയിൽ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2000-ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് മാവ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ 1-ാം വാർഷികം അടുത്ത ഡിസംബർ 27-ാം തീയതി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ തനത് കലകളെ മൊത്തം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് മൂവി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ. അപ്പോൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ മേഖലകളിൽ കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടി ആയതുകൊണ്ട് സിനിമാ മേഖലയിലെ നമ്മുടെ പ്രോജക്റ്റുകളും കാര്യങ്ങളും വിശദീകരിക്കുക, അതോടൊപ്പം നമ്മുടെ അജണ്ട, നമ്മുടെ നയം എന്താണെന്ന് വ്യക്തമാക്കുക എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സംഘടന ഒരു സംഘടനക്കും മെഗൈനായിട്ട് വന്ന ഇതല്ല. ജനാധിപത്യ രീതിയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് നമ്മുടെ പ്രോജക്റ്റുകളിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ പ്രോജക്റ്റുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പുറമെ നിന്നോ അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും ഇൻക്ലൂഡ് ചെയ്യാതെ, അതോടൊപ്പം തന്നെ മദ്യം, മയക്കുമരുന്ന് പോലത്തെ ഒരു സാധനവും നമ്മുടെ ലൊക്കേഷനുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുകളിലോ നമ്മൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. തീർത്തും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ സൈറ്റുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, നമ്മുടെ ലൊക്കേഷനിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഒരു വിധത്തിലുള്ള ശാരീരികമായോ മാനസികമായിട്ടോ ഉള്ള ഒരു ഉപദ്രവവും നമ്മുടെ സൈറ്റുകളിൽ ഉണ്ടായാൽ കൃത്യമായി നമ്മളതിൽ ഇടപെട്ടുകൊണ്ട് അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും. അങ്ങനെയുള്ളൊരു സംഘടനയാണ്. ഇതിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസർമാർ ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ പുതുതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മളെപ്പോഴും അവരെ സേവ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റുമായി മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ. അതുപോലെ തന്നെ കേരളത്തിലെ തനത് കലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ മാസവും 2-3 മത്സരങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുന്നു. അതോടൊപ്പം നമ്മുടെ 27-ാം തീയതി വരാൻ പോകുന്ന നമ്മുടെ വാർഷികം, ഡിസംബർ 27-ാം തീയതി വരാൻ പോകുന്ന ആ വാർഷികത്തിൽ അതിൽ ആരൊക്കെയാണോ മത്സര വിജയികൾ, ആ വിജയികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുതിയ പ്രോജക്റ്റുകളിലേക്ക് അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയ രംഗത്ത് ഉള്ള ഒരുപാട് അഭിനേതാക്കളുണ്ട്. അവരെക്കൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, നല്ല കഴിവുള്ള ആളുകൾ പുറത്ത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല മുന്നേറ്റമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘടന നൽകുന്ന ഓരോ റെക്കമെൻഡേഷനും അത് സംഘടന തീരുമാനിക്കും. അത് വലിയ നടന്മാരായിരുന്നാലും ശരി, ചെറിയ നടന്മാരായിരുന്നാലും ശരി, റെക്കമെൻഡേഷൻ സംഘടനയാണ് തീരുമാനിക്കുന്നത്. എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ കൊടുക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലേക്ക് പുറമേ നിന്ന് ഒരാളെയും നമ്മൾ കടന്നു വരാൻ അനുവദിക്കുന്നതല്ല. അത് നടന്മാരുടേതായിരുന്നാലും ശരി, നടിമാരുടേതായിരുന്നു ശരി, ഒരാളെയും അതിലേക്ക് ലൊക്കേഷനിലേക്ക് കടത്തിവിടുന്ന പരിപാടി നമ്മുടെ ലൊക്കേഷനിൽ ഇല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയിലേക്ക് വരുന്ന ഒരുപാട് പുതുമുഖ നടന്മാർ, അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് കേരളത്തിലൊരു പുതിയ സിനിമാ മുഖം തുറക്കുക എന്നതാണ് മാവയുടെ ലക്ഷ്യം. നിങ്ങളെല്ലാവരും അതിന് സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ തനത് കലകളെ നിലനിർത്തിക്കൊണ്ട് സിനിമയ്ക്ക് കുറച്ച് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരിക്കലും അമ്മയ്ക്കോ മറ്റുള്ള ഒരു സംഘടനയ്ക്കും മെഗൈനിസ്റ്റായിട്ട് വന്ന സംഘടനയല്ല. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിലവിൽ ഇപ്പോൾ ആരുമില്ല. പലരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാനില്ല. നമുക്ക് നമ്മളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണോ അത് നമ്മൾ വ്യക്തമാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു കോൺഫറൻസ് എടുത്തത്. ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് ഒരു തനതായിട്ട്, അതായത് ഒരു കമ്പനിയും സ്ഥിരമല്ല. നമ്മുടെ മാവയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം ആവശ്യമാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.